കൂട്ടുകാരെ, അച്ഛൻ റേഷൻ കടയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാനും കൂടെ അങ്ങോട്ട് ചെന്നിട്ട് അരി വാങ്ങിച്ചുകൊണ്ട് വരാം. ഞാൻ അപ്പോൾ അങ്ങോട്ട് പോകാം കേട്ടോ കൂട്ടുകാരെ. അങ്ങനെ റേഷൻ കടയുടെ വാതിക്കൽ ഞാൻ ചെന്നപ്പം അച്ഛൻ അവിടെ നിൽപ്പുണ്ട്. അച്ഛൻ റേഷൻ കടയിൽ നിന്ന് സാധനവും മേടിച്ചുകൊണ്ട് അരി മേടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ അവിടെ വെച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഞാൻ കുറച്ച് നേരം പുറത്ത് വന്നു. അപ്പം അച്ഛൻ കൂടെ അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് അച്ഛൻ നടന്നു വരുന്നുണ്ട് അരിയൊക്കെ പിടിച്ചിട്ട്. ഞാൻ പഠിക്കാന്നോ കൂട്ടുകാരെ. അപ്പോൾ റേഷൻ കടയിൽ പോയ അച്ഛനെ കയ്യിൽ നിന്ന് സഞ്ചിയും വാങ്ങിച്ച് ഞാൻ നടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പുറകെ നടന്നു വരുന്നുണ്ട് ചുറ്റുമായിട്ട്. അപ്പം ഞാൻ റോഡ് കടന്ന് അങ്ങോട്ട് നടന്ന് പോകുമ്പം റോഡിൻ്റെ സൈഡിലൊക്കെ പണി നടക്കുന്നതിൻ്റെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ റോഡിൻ്റെ സൈഡിൽ അവരിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വെള്ളത്തിൻ്റെ പൈപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഴിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലോട്ട് എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെയൊക്കെ പൈപ്പ് ഇച്ചിരി വലിയ പൈപ്പ് ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എല്ലാ പ്രാവശ്യവും അരി മേടിക്കാൻ വേണ്ടി റേഷൻ കടയിൽ പോകുന്ന ബൈക്കേലാണ്. അപ്പോൾ ഇന്ന് അച്ഛൻ പറഞ്ഞ് അച്ഛൻ പോയി മേടിക്കാമെന്ന് പറഞ്ഞ് അച്ഛൻ പോയതാണ്. പക്ഷേ അച്ഛന് മേലാത്തതുകൊണ്ട് ഞാൻ ചെന്ന് റേഷൻ കടയിൽ നിന്ന് സാധനവും മേടിച്ച് ഞാൻ തൂക്കി പിടിച്ചുകൊണ്ട് വരുവാണ്. തൂക്കി പിടിച്ചുകൊണ്ട് വന്നാൽ ഇച്ചിരി പാടുള്ള പണിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ബൈക്കിലൊക്കെ കൊണ്ട് ഞാൻ വരുമ്പോൾ ഇത്ര ഇത് വെയിറ്റ് തോന്നത്തില്ല. ഇത് അരി നമ്മൾ കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഈ റേഷൻ കടയിൽ പോയി അരി മേടിച്ച് ഇങ്ങനെ തൂക്കിക്കൊണ്ട് സഞ്ചിയിൽ വരാൻ ഭയങ്കര പാടാണ്. 10 കിലോ സഞ്ചിയിൽ ഇങ്ങനെ തൂക്കിക്കൊണ്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമ്മുടെ കൈവേന എടുക്കും. ഇത്രയും സാധനം അച്ഛനൊറ്റക്കായിരുന്നു എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്നത്. ഇപ്പം അച്ഛന് മേലായിരിക്കുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ബൈക്കിലാണ് പോയി എടുത്തുകൊണ്ട് വരുന്നത്. ഇന്ന് ആദ്യമായിട്ട് ഞാൻ നടന്നു പോയി എടുത്തുകൊണ്ട് വരുവാണ്. അതുകൊണ്ട് കൈയൊക്കെ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. അടുത്ത വീഡിയോയിൽ കാണാം.